ഹലോ, വെൽക്കം ടു മംസ് റൂട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് അരി, നല്ല മുളക്, ഗോതമ്പ് ഇതൊക്കെ നമ്മൾ വർഷകാലത്ത് എങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഒരു രീതിട്ടാണ് അത് ഞാൻ ഷെയർ ആക്കുക എന്നുള്ളത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. പിന്നെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ. എന്നിട്ട് നിങ്ങളും ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ അതാ നമ്മൾ രാവിലെ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊന്നും ഞാൻ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എണീറ്റിട്ട് എന്നും ചെയ്യണ പോലെ തന്നെ പുറത്തൊക്കെ പോയി നമുക്ക് ചെറുതായിട്ടൊന്ന് നടന്ന് ഫിഷ് പോണ്ടിലെ മീനുകൾക്ക് തീറ്റൊക്കെ കൊടുത്ത് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഓരോ റൂട്ടീൻ ഇട്ട് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നതാണ്. അപ്പോൾ മഴയും കാര്യങ്ങളൊന്നും കാണില്ല, കാലാവസ്ഥ വലിയ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി ഇന്നലെ ഞാൻ റേഷൻ കടയിൽ പോയിട്ട് പച്ചരി അങ്ങനെയുള്ള ഗോതമ്പ് അങ്ങനെയുള്ളതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകാനുണ്ട്. അപ്പോൾ എന്തായാലും കുറേ എടുത്ത് വെക്കണേലും നല്ലത് പെട്ടെന്ന് കഴുകി വെക്കുന്നതിൻ്റെ നല്ലതെന്ന് കരുതിയിട്ട് മഴയൊന്നും ഇല്ല അധികം ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്യാൻ എഴുതിയിട്ടാണ്. ഇനിയിപ്പോൾ വർഷക്കാലം കഴിയോളം നമ്മളത് എടുത്ത് വെക്കാനും പറ്റില്ലല്ലോ. പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്ന പച്ചരി അല്ലെങ്കിൽ പൊടി ഉണ്ടല്ലോ, പച്ചരിപ്പൊടി, അത് ഞാൻ ഉപയോഗിക്കലില്ല. എനിക്കൊന്ന് വീട്ടിലുണ്ടാക്കുന്നത് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. കടയത്തത് ഒരു പൊടികളും എനിക്കിഷ്ടമില്ല. കഴുകാനുള്ള പച്ചരി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കി ഞാനിതാ കുറച്ച് നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിൽ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ കഴുകിയെടുക്കട്ടെ. കൂടുതലൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഉള്ളത് നമ്മൾ പൊടി കഴിയാനും ആയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷകാലത്ത് എന്തായാലും കുറേ പൊടികൾ ആക്കി വെക്കാനും പറ്റില്ല കേട്ടോ. മറ്റത് ഞാൻ ഒരു 10-20 കിലോനൊക്കെ ഒരുമിച്ചിട്ടൊക്കെ ഞാൻ പൊടിപ്പിക്കലുണ്ട്. ഇപ്രാവശ്യം ഈ മഴക്കത്ത് ഞാൻ ചെയ്യലിങ്ങനെ കിട്ടണ പച്ചരി അപ്പം തന്നെ ഞാൻ കഴുകിയിട്ട് ഉണക്കിയിട്ട് അത് യൂസ് ചെയ്യും. പിന്നെ അത് കഴിയുമ്പോഴത്തേന് അടുത്തത് ഉണക്കി ഉണ്ടാക്കും. അങ്ങനെയാണ് ചെയ്യലിട്ടാ. അപ്പോൾ നമ്മളെ പൊടികൾക്ക് ഒരു കേടും പറ്റില്ല കേട്ടോ. നല്ല വൃത്തിയുള്ള പൊടി നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ പച്ചരി ഞാനിതങ്ങനെ ചെമ്പട്ടിയിലിട്ടിട്ട് ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ അടി ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മളിങ്ങനെ ആക്കി ഇങ്ങനെ കഴുകിയെടുക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു കച്ചറകൾ എന്തെങ്കിലും പൊന്തി വരും. അപ്പോൾ വെള്ളത്തിലൂടെ അങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകിയെടുക്കുന്നത് എത്രയാണെന്നുള്ളൊരു രീതി വരുന്നത് നമ്മൾ അരിയിൽ എത്രത്തോളം അതുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കഴുകിയെടുക്കേണ്ടത്. എന്തായാലും ഒരു 3 പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റി കഴുകിയെടുക്കണം. പിന്നെ അതല്ല അതിൽ കൂടുതൽ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് വീണ്ടും നമ്മൾ മഴക്കാലത്ത് ഞാൻ ഇതുപോലെ അരി കഴുകിയെടുക്കുമ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ അരി കഴുകി വെക്കലാണ് ചെയ്യലിട്ടാ. പിന്നെ നമ്മൾ മഴക്കാലത്താണെങ്കിലും അല്ലെങ്കിലും അതാണ് ഏറ്റവും നല്ലത്. രാവിലെ തന്നെ നമ്മളത് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിട്ട് വെള്ളം മുഴുവൻ വാർന്നു പോകും. അപ്പോൾ ഞാനിന്ന് വേറെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയോ അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ പരിപാടിക്കൊന്നും നിന്നിട്ടില്ല. ഞാൻ വേഗം അരി വാരി വെക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഞാൻ കഴുകിയതിന് ശേഷം ഞാൻ വാരി വെക്കുന്നുണ്ട്. ഇതിലധികം വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല അരിയായിരുന്നു. മഴക്കാലത്ത് അരി കഴുകണ പല രീതികളും കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിനെക്കാട്ടൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഇതാണ്. ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യല്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ അരി നല്ല വൃത്തി ഉണ്ടാവും, നല്ല ഒരു കേടും ഉണ്ടാവും ചേട്ടാ നമ്മളെ അരിക്ക്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാരണം വെയിലിൻ്റെ ചൊവ്വയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പൊതുവേ ഞാൻ അരി കഴുകി ഉണക്കിയെടുക്കുമ്പോഴാണെങ്കിലും വെയിലത്ത് വല്ലാതെ ഇടലില്ല. വെയിൽ ഉള്ള സമയങ്ങളിൽ ഞാൻ കുറച്ച് നേരം ഞാൻ ഒരു 3-4 മണിക്കൂർ ഞാൻ വെയിലത്തിട്ടിട്ട് പിന്നെ ഞാൻ ഉള്ളിലാണ് ഇടയിലിട്ടുക. അങ്ങനത്തെയാണ് നമ്മൾ എന്നും ചെയ്യൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അരിൻ്റെ പൊടി നല്ല ടേസ്റ്റുള്ള പൊടിയായിരിക്കും. ഒരു ചൊവ്വയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇനി ഗോതമ്പും ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ 2 പ്രാവശ്യമായിട്ട് നമുക്ക് കിട്ടിയ ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പും കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അരിയിലൊക്കെ ഒരു പ്രാണികൾ വരുമല്ലോ, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിൽ പട്ടൻ്റെ കഷ്ണങ്ങൾ ഇട്ട് വെക്കലുണ്ട് കേട്ടോ. നമ്മൾ ഈ ഗോതമ്പിൽ പ്രത്യേകിച്ച് ഇടലുണ്ട്. ഗോതമ്പ് തീരെ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി പറ്റില്ല. റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന ഗോതമ്പത്തിൽ ഒരു ചെറിയ പ്രാണികൾ കാണും ഇങ്ങനെ ഉണ്ടാവണം. അതിങ്ങനെ കൂടുതലായി വരും കേട്ടോ നമ്മളിങ്ങനെ സ്റ്റോർ റൂമിലൊക്കെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഗോതമ്പ് വേനൽക്കാലത്താണെങ്കിൽ ഞാൻ കുറച്ച് 2 കിലോനാണ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കഴുകി ഉണക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കും. പിന്നെ അടുത്ത് കിട്ടുമ്പോൾ അതും കഴുകി ഉണക്കിയിട്ട് ഞാൻ വെക്കും. അങ്ങനെ ഗോതമ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോതമ്പിൽ പ്രാണികളോ വേറെ ഒന്നും വരില്ല. കുറേ ഇരിക്കും കേട്ടോ. അങ്ങനെ നമുക്ക് നല്ല വൃത്തി പോലെ ഇരിക്കും.
എന്നിട്ട് ഞാൻ ഒന്നിച്ചിട്ട് ഒരു 10 കിലോനോ അല്ലെങ്കിൽ 8 കിലോനൊക്കെ ആകുമ്പോൾ ഒരുമിച്ച് പൊടിപ്പിക്കലാണ് ചെയ്യൽ. അപ്പോൾ നമ്മൾ പൊടിപ്പിക്കണ ആ ദിവസം ഒന്നുകൂടി ഒന്ന് ഉണക്കിയെടുക്കും. അങ്ങനെയാണ് ചെയ്യലിട്ട് സാധാരണ. പിന്നെ ഈ വർഷക്കാലത്ത് ഇപ്പോൾ അതിന് പറ്റില്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരു 2, 3 പ്രാവശ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഗോതമ്പാണിത്. അപ്പോൾ അത് ഞാൻ ഇതേപോലെ ഒരു ബോക്സിലാക്കി വെച്ചിരുന്നു. നമ്മൾ പട്ടിട്ട് വെക്കലാട്ടോ ഈ വർഷക്കാലത്ത് ചെയ്യൽ. അപ്പോൾ അതിൽ പ്രാണികൾ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഇനിയിപ്പോൾ അത് ഒന്നിച്ച് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വർഷക്കാലം കഴിയുവോളം നമ്മളിത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് കേടുവരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചപ്പാത്തിക്കാണെങ്കിലും പൂരിക്കാണെങ്കിലും ഒക്കെ നമ്മളിതാണ് പുറത്തുനിന്നുള്ള പിന്നെ റേഷൻ കടയിൽ നിന്നുള്ള ആട്ട അതൊന്നും ഞാൻ ഉപയോഗിക്കലില്ല. എനിക്കത് എന്തോ ഒരു ഇഷ്ടക്കുറവ് തോന്നും കേട്ടോ. നമ്മൾ കഴുകി വൃത്തി പോലെ ചെയ്യുമ്പോൾ അതിനൊരു നല്ലതല്ല. അങ്ങനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ കഴിച്ച് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കടയത്തെ ഒരു പൊടികളും ഉപയോഗിക്കില്ല കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ആയാലും എന്തായാലും ഞാൻ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് ഞാൻ ഉപയോഗിക്കലുള്ളൂ. അപ്പോൾ അത് ഞാൻ 2 പോർഷനായിട്ടാണ് ഞാൻ ഗോതമ്പ് കഴുകിയെടുക്കുന്നത്. ഗോതമ്പ് കഴുകുമ്പോൾ എപ്പോഴും അങ്ങനെ കഴുകണം. ഗോതമ്പിൽ നല്ല വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഗോതമ്പിൽ അത്യാവശ്യം നല്ല വേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രാവശ്യം കഴുകിയിട്ടാണ് ഞാൻ ഊറ്റിയെടുത്തിട്ടുള്ളത്. 2 കൊട്ടയിലാക്കിയിട്ട് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഗോതമ്പ് ഇട്ടിട്ടുള്ള ബോക്സാണ്, അതുകൊണ്ട് കഴുകി വെക്കണ്ട. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ കിട്ടുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ആ ഉടനെ തന്നെ കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം കിട്ടുമ്പോൾ വേഗം ഇട്ട് കൊടുക്കാമല്ലോ ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് ഞാൻ അതുകൊണ്ട് കഴുകി വെക്കുന്നുണ്ട്. ഇന്ന് മോള് ക്ലാസ്സിന് പോയിട്ടില്ല. അതാണ് എനിക്ക് ഈ പണിക്ക് നിൽക്കാൻ വേണ്ടി പറ്റുള്ളത്. അല്ലെങ്കിൽ മോൾ ഒരു 6:45 ആകുമ്പോഴേ പോകട്ടാ. അവൾക്ക് നേരത്തെ ബസ്സാണ്, സ്കൂൾ ബസ്സാണ്. 7 മണിയാകുമ്പോഴത്തേന് നമ്മൾ വരും. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു 6:50 ഇറങ്ങണം. അപ്പോൾ അതിന് ഫുഡും കാര്യങ്ങളൊക്കെ ആക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് പോണില്ല എന്ന് കരുതിയപ്പോൾ ഇന്ന് അതുകൂടി ആയപ്പോൾ എനിക്കൊരു സൗകര്യമായിട്ട് ഇത് കഴുകാൻ നിൽക്കാൻ. ഇപ്പോൾ ഒരു സമയം 7 മണിയായിട്ടുണ്ട്. അപ്പോൾ അത്രയും നേരത്തെ നമ്മൾ കഴുകി വെക്കണം കേട്ടോ. എന്നാൽ തന്നെ നമ്മൾ ഈ വർഷക്കാലത്ത് നമ്മളെ മരി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടുള്ളൂ. അപ്പോൾ അരി ഗോതമ്പൊക്കെ ഞാൻ കഴുകി അതിൻ്റെ ബോക്സൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് അവിടെ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ, അവിടെ ഇരിക്കട്ടെ. വൈകുന്നേരം ഇനി ഞാനത് ഉണക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഥവാ വെയിൽ കിട്ടുന്ന ഒരു വർഷക്കാലത്തും നമ്മളിപ്പോൾ 3-4 ദിവസം മുന്നൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ അടച്ച് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വെയിൽ വരുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതാക്കിയത്. പക്ഷേ വെയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ ഉണ്ടാവും എന്നുള്ളതൊരു പ്രതീക്ഷയില്ല. നല്ല മഴൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കട്ടെ എന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കുട്ടിക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ളതും ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് വേഗം. അപ്പോൾ ഒന്ന് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല. അന്ന് സ്കൂൾക്ക് മോനക്ക് കൊടുത്തയക്കാനുള്ളതും നമ്മൾ വീട്ടിലേക്കും അത് മതിയെന്ന് കരുതിയിട്ടിട്ടാണ്. ഫിഷും മീറ്റും ഇറച്ചും മീനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഇന്ന് വെജിറ്റബിൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു തക്കാളിക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അത്ര മതി. അച്ചാറൊക്കെ കൂട്ടിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഫുഡ് കഴിക്കുമ്പോൾ വേണമെങ്കിൽ ഒരു മുട്ട കൂടി പൊരിച്ചിട്ട് കഴിക്കാമെന്നൊക്കെ കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നാണ്ട് താൽക്കാലികമായിട്ട് പോയി. ഇന്ന് കുറേ പണിയുണ്ട്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് എന്തെങ്കിലും സാധനം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷൻ കടയിൽ പോയി എന്നാലൊക്കെ തൊഴിച്ച് വെക്കാനൊക്കെ കുറേ ഒരു പണി ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നും ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പണി ചെയ്യാനും അതൊക്കെ നമ്മൾ എന്തെങ്കിലും ഇതേപോലെ തട്ടിക്കൂട്ട് പരിപാടികളാണ്. അപ്പോൾ അന്ന് ഞാൻ ചെയ്യുക. കാരണം ഇതിന് കുറേ നേരം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ പണികൾ എടുക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു യാതി തോന്നും. അപ്പോൾ വേഗം പണി കഴിഞ്ഞിട്ട് ഇരിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യൽ. വഴുതനങ്ങ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും ഉപ്പിട്ടിട്ടാണ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഈ വഴുതനങ്ങ മാത്രം കൂട്ടി കഴിക്കട്ടെ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, പിന്നെ ഉമ്മാക്കും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് മതി എന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ ഇനി ഒരു തക്കാളി കൂട്ടാനും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ തക്കാളി കൂട്ടാനിൽ ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് നമ്മൾ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഉണ്ട്, ചെറിയ പീസാക്കി എടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി കുറച്ച് പരിപാടികൾ കൂടി ചെയ്തിട്ടുണ്ട്. അതൊക്കെ മിസ്സായിട്ടാണ്. കുറച്ച് ഞാൻ ചെറിയ ഉള്ളിയും വലിയ ഉള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലെ പൊടികളും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലേൻ്റെ പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചതിൻ്റെ ശേഷമാണ് പിന്നെ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നത്. അത് മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മൾ ധൃതി പിടിച്ച് പണിയെടുക്കുമ്പോൾ കുറേ മിസ്സായി പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി തക്കാളി കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളമില്ലാതെ തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വേഗം വെന്ത് കിട്ടും. അതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കാൻ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ എല്ലാ പൊടികളൊക്കെ ഇട്ടിട്ട് എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി വലിയുള്ളി ചെറിയുള്ളി എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാല ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ ഈ തക്കാളി കറി. ഇത് മാത്രം മതി നമ്മൾ ചോറൊക്കെ കുഴച്ച് കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് ഒന്നും ഉണ്ടാക്കാത്ത സമയത്ത് ഉണ്ടാക്കിയിരിക്കൽ. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ മോനക്ക് ഞാൻ ചോറ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ വണ്ടി വരൽ ഒരു 8:30 മണിക്കാണ്. 8:35 ആവട്ടെ വണ്ടി ബസ് വരുമ്പോൾ. അപ്പോഴേ പിന്നെ ഒരു സമാധാനമാണ്.
സമയമാണ് അവനെ പറഞ്ഞയക്കുന്ന സമയം. പക്ഷേ മോളെ പറഞ്ഞയക്കുന്ന സമയം നല്ല ഹറിബറി ആയിരിക്കും. അപ്പോൾ എനിക്ക് രാവിലെ തീരെ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ അവനക്ക് പിന്നെ സ്നാക്സിൻ്റെ ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കൂടിയായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇങ്ങനെ കുറച്ച് സാലഡ് അങ്ങോട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനക്ക് കുറച്ച് കൊടുത്തേക്കും. പിന്നെ എനിക്ക് കഴിക്കാനും ഞാൻ കുറച്ചുകൊണ്ട് വെക്കലാട്ടോ ചെയ്യൽ. അപ്പോൾ നമുക്കും പണിയുടെ ഇടയിലൊക്കെ ഒന്ന് ഇടയ്ക്കെടുത്ത് കഴിക്കാമല്ലോ. അവധികളില്ലാത്തൊരു വീട്ടമ്മയാണ് നമ്മൾ. ഏത് ജോലിക്കും ഒരു അവധി ഉണ്ടാവില്ല, നമുക്കൊരു അവധി ഉണ്ടാവില്ല. എല്ലാ ദിവസവും പണികൾ തന്നെയാണ്. സുഖമില്ലാതെ നമ്മളൊരു ദിവസം കിടക്കാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം കുട്ടികൾക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ പരന്നെടുക്കുന്നുണ്ട് ഇവിടെ പരന്നെടുക്കുന്ന ടെൻഷനായിരിക്കുമല്ലോ നമുക്ക്. അതുകൊണ്ട് നമ്മൾ കിടക്കുന്നത് പരിപാടിയില്ല, അവധിയും നമുക്കില്ല. സമാധാനത്തോടു കൂടെ കിടക്കാൻ നമുക്ക് പറ്റില്ല. എത്ര ഇതായാലും പണി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇരിക്കുമ്പോഴൊരു സമാധാനമുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ കുളത്തിൽ ഒരു താത്ത ഉണ്ടായിരുന്നു, അവരായിട്ടൊന്ന് സംസാരിച്ച് ഞാനവിടെ കിച്ചണിൽ നിന്ന് പണിയെടുക്കണതിനിടയിലിട്ടാണ് അവർ വന്നിട്ടൊന്ന് തിരുമ്പാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ ഉള്ളൊന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് എഴുതിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് അടിച്ച് വാരിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് കുറച്ചും കൂടി പണികളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സ്റ്റോർ റൂം ഒന്ന് വൃത്തിയാക്കാണ്ട്, സ്റ്റോർ റൂമിൽ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ നോക്കി അടിച്ച് വാരി കഴിഞ്ഞപ്പോഴാണ് ഇതാ പുറത്ത് നോക്കിയപ്പോൾ നല്ല മഴ കേട്ടോ. മഴേൻ്റെ കോള് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ അതുകൊണ്ട് പോകുന്നിട്ട് വെയിലൊക്കെ ഉണ്ടാവലുണ്ട്. ഇന്ന് നല്ല മഴയാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ അതിപ്പോൾ പുറത്ത് എന്തായാലും ഇടാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ട് നല്ല മഴ, വെള്ളം പുറത്തുനിന്ന് വരുന്ന മാതിരി നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ടാ. മഴ ഇല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർഷക്കാലമാണെങ്കിൽ ഇടയ്ക്ക് ഒരു വെയിലൊക്കെ കിട്ടുമല്ലോ. അങ്ങനെയുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞാൻ മുറ്റത്ത് 1 മണിക്കൂറെങ്കിലും ഞാനൊന്ന് വെയിലത്ത് ഇടലുണ്ട് കേട്ടോ. ഞാൻ അരിയും ഗോതമ്പൊക്കെ എന്നിട്ടാണ് ഞാൻ ഉള്ളിലിടൽ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 12 മണി ഒരു സമയം രാവിലെ ഒരു 7 മണിക്ക് കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 മണി സമയമൊക്കെ ആകുമ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ടൊന്നും ഇടലുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും അതിന് പറ്റില്ല. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അരി അവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ മുളക് വർഷക്കാലത്ത് എങ്ങനെയാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത് എന്നുള്ള രീതിയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു കൊട്ടയിൽ നമ്മളിതുപോലെ ഒരു നനഞ്ഞ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. തോർത്ത അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്യാത്ത കേട്ടോ, നമ്മൾ ഉപയോഗിക്കാത്തത് വേണം ചെയ്യാനത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കാത്തൊരു തോർത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ എടുക്കണതല്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതിൽ ഒന്ന് നന്നായിട്ട് നനച്ചിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളയണം. എന്നിട്ട് വേണം നമ്മളിത് കൊട്ടയിലിട്ട് കൊടുക്കാൻ. എന്നിട്ട് ഈ ഒരു തോർത്തിൽ അല്ലെങ്കിൽ ഈ ക്ലോത്തിൽ നമ്മളിത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ മഴക്കാലത്ത് നമ്മൾ കഴുകിയെടുക്കൽ ശരിയാവില്ല കേട്ടോ. പക്ഷേ കഴുകിയെടുത്ത പോലെ തന്നെ നല്ല വൃത്തി നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ഞാനിങ്ങനെ ചെയ്യൽ. എനിക്ക് കഴുകാതെ അല്ലെങ്കിൽ മുളകിനൊക്കെ ഒരു കളറ് ഒരു പൂപ്പലൊക്കെ ഉണ്ടാകും. കടയിൽ എത്രയോ പൊടികളും ഒക്കെ ആർത്തിട്ടിരിക്കണ ഒരു തിരക്കില്ലേ, ഓപ്പൺ ആക്കിയിട്ട് അവർ വെക്കുമായിരിക്കും മുളകൊക്കെ. അപ്പോൾ അതിൽ എന്തായാലും പൊടികളും കച്ചറകളും അല്ലെങ്കിൽ ഉണക്കി വരുന്ന സ്ഥലത്ത് നിന്നുകൊണ്ടൊക്കെ എന്തൊക്കെ ജീവികൾ അരിച്ചിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ കഴുകാതെ നമുക്ക് പൊടിച്ചെടുക്കണമെങ്കിൽ നമുക്ക് എനിക്ക് ഒരു ഇതുണ്ടാവില്ല കേട്ടോ, മനസ്സിനൊരു തൃപ്തി ഉണ്ടാവില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ വർഷക്കാലത്ത് നമുക്ക് അഥവാ പൊടിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കഴുകിയെടുത്ത അതേ രീതിയിൽ തന്നെ ആവട്ടെ ഇത്. അപ്പോൾ ഇത് കുറേശ്ശെ നമ്മൾ ഇട്ടിട്ട് ഈ കൊട്ടയിൽ ഇതേപോലെ തന്നെ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ തുടച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പൊടിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും 1 കിലോനൊക്കെ നമ്മൾ പൊടിപ്പിക്കട്ടെ നല്ലത്. കൂടുതലായിട്ട് പൊടിപ്പിക്കാതിരിക്കുകയാണ് നല്ലത് വർഷക്കാലത്ത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും പൊടിപ്പിക്കാമല്ലോ. അപ്പോൾ ഞാൻ 1/2 കിലോന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഇട്ടതിന് ശേഷം ഇതുപോലെ അങ്ങനെ നമ്മൾ നന്നായിട്ട് എല്ലാ ഭാഗവും അടിയും മുകളിലൊക്കെ ഇളക്കിയെടുത്തിട്ട് നമ്മൾ തുടച്ചെടുക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തോർത്ത് നമ്മൾ അല്ലെങ്കിൽ ക്ലോത്ത് നമ്മൾ നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കൂടുതൽ വെള്ളം പാടില്ല, നമ്മൾ മുറുക്കി പിഴിഞ്ഞിട്ട് വേണം കൊട്ടയിലിടാൻ കേട്ടോ. പിന്നെ നമ്മൾ അതേപോലെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ മുളകൊക്കെ ഉണ്ടെങ്കിൽ 1 കിലോനൊക്കെ ഉണ്ടെങ്കിൽ 2 പോർഷനായിട്ട് ചെയ്യട്ടെ ഇതുപോലെ. അപ്പോൾ ഞാനിത് 1/2 കിലോനായ കാരണം കൊണ്ട് ഒരു പ്രാവശ്യമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ അടി ഒക്കെ നമ്മൾ ഇളക്കിയെടുത്തിട്ട് നമ്മൾ എല്ലാ ഭാഗവും നന്നായിട്ട് തുടച്ചെടുക്കണം. ഇപ്പോൾ നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല കളറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, എല്ലാ അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ 2 പോർഷനായിട്ട് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 പോർഷനായിട്ട് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഈ തുണി നമ്മൾ ഈ ക്ലോത്ത് നന്നായിട്ട് വീണ്ടും കൊണ്ടുപോയി കഴുകിയിട്ട് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് വേണം കൊണ്ടുവരാൻ കേട്ടോ. എന്നിട്ട് അതിലിട്ടിട്ട് നമ്മൾ വീണ്ടും തുടച്ചെടുക്കുക. അതല്ല നമ്മൾ ഈ മുളക് തുടച്ചെടുത്ത അതേ തുണി കൊണ്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ അതിൽ അഴുക്ക് വീണ്ടും മറ്റേ മുളക് മെലുവാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി കൊണ്ടുപോയിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന്
തുടച്ച് വരട്ടോ. അപ്പോൾ ഞാനിത് തുടക്കാൻ വെക്കണതിൻ്റെ മുന്നേ തന്നെ ആയിട്ട് ഞാനൊരു ഇതേപോലെ ഒരു പരന്ന പാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സിമ്മിലിട്ടിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തുടക്കാൻ നിൽക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒരു പരന്ന പാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം വെക്കാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ തുടക്കലൊക്കെ കഴിയുമ്പോഴത്തേന് ഈ പാത്രം ഒന്ന് ചൂടായിട്ട് വരും, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൈ മാറ്റാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടെ. കൈ പാത്രത്തിൽ തട്ടാതെ ശ്രദ്ധിക്കണം. ഇനി അത്ര നല്ല ഹൈ ഫ്ലെയിമിലല്ല, നമ്മൾ സിമ്മിലായ കാരണം കൊണ്ട് പാത്രത്തിന് അത്ര വലിയ ചൂടുണ്ടാവില്ല, മുളകും ചൂടുണ്ടാവില്ല കേട്ടോ. നമ്മളിത് കാണിക്കുമ്പോൾ കൈ പൊള്ളില്ല എന്നൊക്കെ തോന്നും, പക്ഷേ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പാത്രത്തിലും തട്ടാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ മുളക് കരിയില്ല കേട്ടോ. നല്ല കളറോട് കൂടിയിട്ടുള്ള മുളക് നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവത്. പൊട്ടണ വരെ നമ്മളതുപോലെ ചെയ്യണം. അഥവാ പാത്രം ചൂടായിട്ട് നമ്മളെ മുളക് കരിയുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം. എന്നിട്ട് നമ്മൾ ആ പാത്രത്തിൻ്റെ ചൂടിലിട്ടിട്ട് നമ്മൾ വേണം തട്ടി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മുളക് ഒരിക്കലും കരിയില്ല, നന്നായിട്ട് ഉണങ്ങിയിട്ട് നന്നായി പൊട്ടി വരും കേട്ടോ. പെട്ടെന്ന് പൊടിച്ചെടുക്കാനും പറ്റും. അങ്ങനെ വെക്കുന്നത് നമുക്ക് ചമ്മന്തി അരക്കാനും ഒക്കെ നല്ല ഈസി ആട്ടോ. നമുക്ക് മുളക് നമ്മൾ കറി താളിക്കാനൊക്കെ എടുക്കുമല്ലോ, അപ്പോഴൊക്കെ ഈസിയാണ്. പിന്നെ നിങ്ങൾ ഇതാണ് ഞാനിനി 5:30 മണിക്കാണ് നമ്മളെ ഇതൊക്കെ എടുക്കുന്നത്, ഗോതമ്പ് അരിയൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ നന്നായിട്ട് അരി വെള്ളമൊക്കെ വാർന്ന് പോയിട്ട് ഇങ്ങനെ വേറിട്ട് കിട്ടുന്നുണ്ട്. എൻ്റെ കൈ കൂടെ അങ്ങനെ ചാടുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാത്രത്തിലൊന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക. നമ്മൾ വാരാൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ അടിയിൽ വേറൊരു പാത്രം വെക്കുമല്ലോ, അതിൻ്റെ മുകളിൽ നമ്മൾ ഈ അരി ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെള്ളം വാർന്ന് പോകും. പിന്നെ ഞാനിത് അതിൻ്റെ ഞങ്ങളൊരു ഉപയോഗിക്കാത്ത റൂമാണ്, കട്ടിൻ്റെ ഉപയോഗിക്കാത്ത മീൻസ് നമ്മളൊക്കെ എടുക്കലില്ല, അങ്ങനത്തെ റൂം പ്ലെയിനായി കിടക്കുന്ന റൂമാട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇതാ കട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റ് നമ്മൾ ഇതിനായിട്ട് വെക്കണ ഒരു ബെഡ്ഷീറ്റ് ആട്ടോ. നമ്മൾ ഉണക്കാനായിട്ട് വെക്കുന്ന ബെഡ്ഷീറ്റുകളാണ്. അതിനായിട്ട് നമ്മൾ വേറെ തുണികൾ വേറെ ഷീറ്റുകളൊക്കെ മാറ്റി വെക്കട്ടെ. അപ്പോൾ ഞാൻ അത് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴത്താണ് ഇനി ഗോതമ്പ് ഇടുന്നത്. അപ്പോൾ ഗോതമ്പ് ഇടുമ്പോൾ എന്തായാലും ഇതുപോലൊരു ഷീറ്റ് താഴെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളതിൻ്റെ മുകളിൽ ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് വിരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വിരിച്ചിട്ട് പിന്നെ നമ്മൾ അതിൽ ഇനി ഗോതമ്പ് ഇടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് നമ്മൾ ആ ഗോതമ്പ് അരിമാരിയാണെങ്കിലും ഉണങ്ങി കിട്ടുട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പുറത്ത് എന്തായാലും ഇടാൻ പറ്റില്ല, നല്ല മഴ അടച്ചു പിടിച്ച സമയമാണെങ്കിൽ പിന്നെ ഇതന്നെയല്ലേ മാർഗമുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യൽ. ഇനിയിപ്പോൾ വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ അരി ഞാൻ ഉള്ളിൽ തന്നെ ഇടലിട്ടാ, നമ്മൾ വെയിലിൻ്റെ ചൊവ്വ നമുക്ക് പറ്റൂല. പിന്നെ ഗോതമ്പ് ഞാൻ പുറത്തിട്ടിട്ടാണ് ഉണക്കൽ വേനൽക്കാലത്ത്, പക്ഷേ വർഷക്കാലത്ത് ഇങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ താഴത്ത് നമ്മൾ മഴക്കാലമാകുമ്പോൾ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ അടിയിൽ നിന്ന് വരില്ല, അത് വരാതിരിക്കാനാണ് അടിയിൽ എന്തായാലും ഷീറ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ കട്ടിൻ്റെ മുകളിൽ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, ബെഡ്ഷീറ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇടയ്ക്ക് വന്നിട്ട് ഇതൊന്നും ഇങ്ങനെ ഇന്നിപ്പോൾ വൈകുന്നേരം നമ്മൾ 5:30 മണിയായിട്ടുണ്ട് അപ്പോഴാണ് നമ്മളിത് വിരിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇനി രാവിലെ നമ്മൾ കുറച്ച് നേരം രാത്രി ഒന്ന് ഫാൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാട്ടാ. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കലുണ്ട്, പിന്നെ രാവിലെ ഓഫ് ചെയ്യും. എന്നിട്ട് രാവിലെ വന്നിട്ട് നമ്മളതിങ്ങനെ ഇടയ്ക്ക് ചിക്കി കൊടുക്കണം. അങ്ങനെ നമ്മളൊരു 5-6 ദിവസം നമ്മളങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും, നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വൈകുന്നേരത്തിന് ഞാൻ സ്നാക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുന്നത് ഇന്ന് പാൻ കേക്കാണ്. അപ്പോൾ നമ്മൾ ഓയിൽ ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും ആണ് ഉണ്ടാക്കാനാണ് കൂടുതൽ ശ്രദ്ധിക്കൽ, നമ്മളും കഴിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഒരു റോസ്റ്റ് പഴം എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 കപ്പ് പാല്, 1 കപ്പ് മൈദ, 1/4 സ്പൂണ് ഉപ്പ്, 1/4 സ്പൂണ് സോഡാപ്പൊടി, പിന്നെ 2 സ്പൂണ് പഞ്ചസാര, ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു മുട്ട എടുത്തിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ പാൻ കേക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളും കഴിക്കല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഓയിലും മധുരമൊക്കെ ഒഴിവാക്കിയിട്ടാണ് കൂടുതലും എന്തെങ്കിലും സ്നാക്സുകൾ ഉണ്ടാക്കൽ. മക്കൾക്കായിട്ടും ഞാൻ അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കി കൊടുക്കലിട്ടാ. അപ്പോൾ ഇത് പഴം കഴിക്കാനൊരു മടിയുള്ള ആൾക്കാരാണ് അവർ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഉണ്ടാക്കി കൊടുത്തായിട്ട് കഴിച്ചല്ലോ എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കലാണ് ചെയ്യൽ. പിന്നെ ഞാൻ അരി ഉണക്കാൻ ഇതുപോലെ അങ്ങനെ റൂമിലൊന്നും സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്താൽ മതിട്ടാ. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫാൻ ഇടുന്ന കാരണം കൊണ്ട് വേഗം ഉണങ്ങി കിട്ടും, അങ്ങനെ ചെയ്യലുണ്ട്. അപ്പോൾ ടേബിൾ ഏതെങ്കിലും ഒഴിവുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യട്ടെ, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാം. എന്തായാലും ഇപ്പോൾ നമുക്ക് വർഷക്കാലമാണെന്ന് എഴുതിയിട്ട് ഇപ്പോൾ അതൊന്നും പൊടിപ്പിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതികളൊക്കെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടോക്കട്ടെ. എന്നിട്ട് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.